ഹായ്, നമസ്കാരം. നമ്മുടെ മനസ്സിന്റെ കൺട്രോള് അത് നമ്മുടെ കയ്യിലാക്കാൻ പറ്റിയൊരു സൂപ്പർ ടെക്നിക്കിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോണേ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു മൈൻഡ് ഹാക്കാണ്. ആർക്കും സിമ്പിളായി പഠിച്ച് തന്നെ ഉപയോഗിച്ച് തുടങ്ങാൻ പറ്റുന്ന ഒന്ന്. ഉറപ്പായിട്ടും ഉണ്ടാവും അല്ലേ? ചിലപ്പോ ഒരു പാട്ട് കേൾക്കുമ്പോ അല്ലെങ്കിൽ പെട്ടെന്നൊരു മണം വരുമ്പോ നമ്മളറിയാതെ പഴയൊരു ഓർമ്മയിലേക്ക് അങ്ങ് പോവും. ചിലപ്പോ ഒരു മഴയുടെ മണം നമ്മളെ നേരെ കുട്ടിക്കാലത്തേക്ക് കൊണ്ടുപോകും. അല്ലെങ്കിൽ ഒരു പഴയ പാട്ട് കോളേജ് ലൈഫ് കൺമുന്നിൽ വരും. ഇതൊന്നും വെറുതെ സംഭവിക്കുന്നതല്ല. നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണ് കാര്യങ്ങൾ ഓർക്കുന്നതെന്നും ഫീലിംഗ്സിനെ കണക്ട് ചെയ്യുന്നതെന്നും ഉള്ളതിന്റെ ഒരു വലിയൊരു ക്ലൂ ഇതിലുണ്ട്. അതെ, ഈ ഒരു പ്രതിഭാസത്തിന് ഒരു പേരുണ്ട്. NLP, അതായത് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗില് ഇതിനെ നാച്ചുറൽ ആങ്കറിംഗ് എന്ന് പറയാ. അതായത് നമ്മുടെ തലച്ചോറ് എന്തു ചെയ്യുന്നറിയോ? ഒരു കാഴ്ചയോ കേൾവിയോ മണമോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു അനുഭവത്തെ ഒരു പ്രത്യേക ഫീലിംഗുമായിട്ട് അങ്ങ് കൂട്ടിയിണയ്ക്കും. സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണിത്. അപ്പോ എന്റെ ചോദ്യം ഇതാണ്: ഇങ്ങനെ താനേ നടക്കുന്ന ഈ ഒരു സംഭവത്തെ നമുക്ക് ബോധപൂർവം നമുക്ക് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയാലോ? എങ്ങനെയിരിക്കും? നമ്മുടെ ഫീലിംഗ്സിനെ കൺട്രോൾ ചെയ്യാൻ കയ്യിലൊരു റിമോട്ട് കിട്ടിയ പോലെ ഉണ്ടാവും അല്ലേ? അപ്പോ ഇതാണ് നമ്മളിന്ന് പഠിക്കാൻ പോണ ആ ടെക്നിക്. നമുക്ക് വേണ്ട ഒരു ഫീലിംഗ്, അത് കോൺഫിഡൻസ് ആയിക്കോട്ടെ, സമാധാനമായിക്കോട്ടെ, സന്തോഷമായിക്കോട്ടെ, എന്തുമാകാം. ആ ഫീലിംഗിനെ നമ്മുടെ ശരീരത്തിലെ ഒരു പ്രത്യേക ടച്ചുമായിട്ട് നമ്മൾ തന്നെ ലിങ്ക് ചെയ്യുന്നു. ഇതാണിതിന്റെ ബേസിക് ഐഡിയ. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. എപ്പോ വേണമെങ്കിലും ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് വേണോ, അല്ലെങ്കിൽ കുറച്ച് സമാധാനം വേണോ, അപ്പൊ അമർത്താൻ പറ്റുന്ന ഒരു ബട്ടൺ നമ്മുടെ കയ്യിൽ. ഒരു മീറ്റിംഗിന് മുമ്പ്, ഒരു പരീക്ഷയ്ക്ക് തൊട്ടുമുമ്പ് ആത്മവിശ്വാസം കൂട്ടാൻ നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെ ഒരു സ്വിച്ച്. ഈ ഒരു റിമോട്ട് കൺട്രോൾ ഐഡിയ ഇല്ലേ, അതുതന്നെയാണ് ഈ ടെക്നിക്കിനെ ഇത്ര അടിപൊളിയാക്കുന്നത്. അപ്പൊ നമുക്ക് വേണ്ട ഈ ബട്ടൺ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം? പേടിക്കേണ്ട, ഭയങ്കര സിമ്പിളാണ്. വെറും 4 സ്റ്റെപ്പിലൂടെ നമുക്ക് നമ്മുടെ ആദ്യത്തെ ആങ്കർ സെറ്റ് ചെയ്യാം. റെഡിയല്ലേ? നമുക്ക് നോക്കാം. കണ്ടോ എത്ര സിമ്പിളാന്ന്? ആദ്യം നമുക്ക് വേണ്ട ആ ഫീലിംഗ്, അത് ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്തൊരു മൊമെന്റ് ഓർത്തെടുക്കണം. ആ ഫീലിംഗ് അതിന്റെ പീക്കിലെത്തുമ്പോൾ ശരീരത്തിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മളൊരു പ്രത്യേക ടച്ച് കൊടുക്കുന്നു. ഇത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ആ ടച്ചും ഫീലിംഗും തമ്മിൽ നമ്മുടെ ബ്രെയിനൊരു സ്ട്രോങ് കണക്ഷൻ ഉണ്ടാവും. അത്രയുള്ളൂ. വെറുതെ ഇങ്ങനെ കേട്ടിരുന്നാൽ മാത്രം മതിയോ? പോരല്ലോ അല്ലേ? വാ, നമുക്ക് ഒരുമിച്ച് ഇപ്പൊ തന്നെ നിങ്ങളുടെ ആദ്യത്തെ ആങ്കർ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ? ഞാൻ പറയുന്ന പോലെ കൂടെ അങ്ങ് ചെയ്താൽ മതി. റെഡിയല്ലേ? ഓക്കെ, നമുക്ക് തുടങ്ങാം. സൗകര്യമായി ഒരിടത്തിരിക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യുക കേട്ടോ. പതുക്കെ കണ്ണുകൾ അടയ്ക്കുക. നല്ലോണം ശ്വാസം ഉള്ളിലേക്കെടുത്ത് പുറത്തേക്ക് വിടുക. കംപ്ലീറ്റ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. ഇനി നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അടിപൊളിയൊരു നിമിഷത്തിലേക്ക് നമുക്ക് മനസ്സുകൊണ്ട് പോകാം. നിങ്ങൾക്ക് ഭയങ്കര വിജയം തോന്നിയ, അല്ലെങ്കിൽ ഒരുപാട് സന്തോഷം, അല്ലെങ്കിൽ ഫുൾ കോൺഫിഡൻസോടെ നിങ്ങൾ നിന്ന ഏതെങ്കിലും ഒരു യഥാർത്ഥ സംഭവം, അതിലേക്ക് പോകാം. ആ ഓർമ്മയെ ഒന്നുകൂടി ക്ലിയറാക്കുക. അന്ന് നിങ്ങൾ കണ്ട കാഴ്ചകൾ അതുപോലെ കാണുക, കേട്ട ശബ്ദങ്ങൾ അതുപോലെ കേൾക്കുക. ആ ഒരു പവർഫുൾ ഫീലിംഗ് അതിങ്ങനെ വളർന്നു വരുന്നത് ഫീൽ ചെയ്യുക. ആ കോൺഫിഡൻസ് നിങ്ങളുടെ ശരീരത്തിൽ ഒരു എനർജി പോലെ നിറയട്ടെ. അത് കൂടുതൽ സ്ട്രോങ് ആയി വരട്ടെ. ആ ഫീലിംഗ് അതിന്റെ പീക്കിലെത്തുമ്പോ, അതിന്റെ ഏറ്റവും ടോപ്പിലെത്തുമ്പോൾ ഇപ്പൊ തന്നെ നിങ്ങളുടെ ഇടത് കൈയിലെ തള്ളവിരലും ചൂണ്ടുവിരലും തമ്മിൽ നല്ലോണം പ്രസ് ചെയ്യുക. ആ ഫീലിംഗിനെ മുഴുവനായിട്ട് ആ ഒരു ടച്ചിലേക്ക് കൊടുക്കുക. അങ്ങനെ തന്നെ പിടിക്കുക ഒരു 5 സെക്കൻഡ്. എന്നിട്ട് പതുക്കെ റിലീസ് ചെയ്യാം. ഓക്കെ? ആ ഓർമ്മയിൽ നിന്ന് പതിയെ പുറത്തേക്ക് വരാം. ഇനി കണ്ണുകൾ തുടക്കാം. എന്നിട്ട് ചുറ്റുമൊന്നു നോക്കൂ. റൂമിലുള്ള ഏതെങ്കിലും ഒരു 3 സാധനങ്ങൾ ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് ആ പഴയ ഓർമ്മയും നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ആങ്കറിനെയും തമ്മിൽ വേർതിരിക്കാനാണ്. ഇതിനെ ബ്രേക്ക് സ്റ്റേറ്റ് എന്നാ പറയാ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശരി, ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്യാം. വീണ്ടും കണ്ണുകളടച്ച് പഴയ ഓർമ്മയെപ്പറ്റി മനഃപൂർവ്വം ചിന്തിക്കേണ്ട കേട്ടോ. പകരം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ആ വിരലുകൾ മാത്രം ഒന്ന് പ്രസ് ചെയ്ത് നോക്കൂ. എങ്ങനെയുണ്ട്? ആ പഴയ കോൺഫിഡൻസിന്റെ ഒരു ഫീൽ പതിയെ തിരിച്ചു വരുന്നത് ശ്രദ്ധിച്ചോ? ചിലപ്പോൾ ആദ്യമായി ചെയ്യുമ്പോൾ ചെറിയൊരു ഫീലായിരിക്കും കിട്ടുക. പക്ഷെ ആ ചെറിയൊരു ഫീല് കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ സംഭവം വിജയിച്ചു. കാരണം നിങ്ങളുടെ മനസ്സിന്റെ ഒരു പുതിയ സ്വിച്ച് നിങ്ങൾ കണ്ടെത്തിക്കഴിഞ്ഞു. ഇത് വീണ്ടും വീണ്ടും ചെയ്യുന്തോറും ഈ കണക്ഷൻ കൂടുതൽ സ്ട്രോങ് ആയി വരും. അടിപൊളി! ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു പുതിയ സൂപ്പർ പവർ ഉണ്ട്. ഇനി ഈ കഴിവ് നമ്മുടെ ഡെയിലി ലൈഫിലെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്ന് നോക്കിയാലോ? ഒരു പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് മുമ്പ്
അല്ലെങ്കിൽ ഒരു പ്രസംഗത്തിന് തൊട്ടുമുമ്പ്, അല്ലെങ്കിൽ ഒരു വിഷമമുള്ള സംഭാഷണത്തിനിടയിൽ, എന്തിന് ദിവസം ഒരു ഉഷാറോടെ തുടങ്ങാൻ പോലും ഇത് ഉപയോഗിക്കാം. ടെൻഷൻ വരുമ്പോ, സ്റ്റേജിൽ കയറാൻ പേടി തോന്നുമ്പോ, ആ സമയത്തൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത ആ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി. ആ പഴയ കോൺഫിഡൻസ് അപ്പ് തന്നെ തിരികെ വരും. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച ഈ പുതിയ സ്കിൽ മറന്നു പോകാതിരിക്കാൻ, അതൊന്ന് സ്ട്രോങ് ആക്കാൻ നിങ്ങൾക്കൊരു ചെറിയ അസൈൻമെന്റ് തരാം. ഇതൊരു ഹോംവർക്ക് ആയിട്ടൊന്നും കാണണ്ട, നിങ്ങളുടെ ഈ പുതിയ സൂപ്പർ പവർ ഒന്നുകൂടി മിനുക്കിയെടുക്കാനുള്ള ഒരു ചാൻസ്. ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു പീസ് ആങ്കർ ഉണ്ടാക്കണം. അതായത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും സമാധാനം തോന്നിയ ഒരു നിമിഷം ഓർക്കുക. ഒരു ബീച്ചിലിരുന്നതോ, ഇഷ്ടപ്പെട്ട പാട്ട് കേട്ടതോ, എന്തുമാകാം. ആ സമാധാനം അതിന്റെ പീക്കിലെത്തുമ്പോ ഒരു പുതിയ ടച്ച് ഉപയോഗിച്ച്, ചിലപ്പോൾ നിങ്ങളുടെ കൈമുട്ടിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിരലിലോ ഒരു പുതിയ ആങ്കർ സെറ്റ് ചെയ്യുക. അപ്പോ ഒന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ട ഫീലിംഗ് ഏതാണ്? കോൺഫിഡൻസ് ആണോ? സമാധാനമാണോ? അതോ നല്ല ഉഷാറാണോ? നിങ്ങളുടെ ആദ്യത്തെ ആങ്കർ തിരഞ്ഞെടുക്കുക. മനസ്സിന്റെ ഈ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് തുടങ്ങുക. ഈ ഒരു സിമ്പിൾ ടെക്നിക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നേക്കാം.